ഹലോ, മീ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമായിരിക്കും അല്ലേ. ഞാനും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാല്യാമൃത്തുള്ള. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ ഐതിഹ്യമൊക്കെ ഈ പഴയ ആളുകൾ പറഞ്ഞു കേട്ട് എനിക്ക് ആ കഥ അറിയാം. അപ്പം കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ സത്യാവസ്ഥകളൊന്നും കൂടുതൽ എനിക്കറിയില്ല. അപ്പോൾ ആ കേട്ടറിവ് വെച്ചിട്ടുള്ള ആ ഒരു കഥ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ. അപ്പോൾ നമ്മുടെ സെബസ്ത്യാനോസ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കർത്താവാണെങ്കിലും നമ്മുടെ സെബസ്ത്യാനോസിനെ മധ്യസ്ഥ നിർത്തിയാണ് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ആ ഒരു പ്രാർത്ഥന വരും, വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ അങ്ങ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഇദ്ദേഹം ബാല്യം മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. പോയിട്ട് ഇദ്ദേഹം ഒരു സൈനികനും കൂടിയായിരുന്നു. സൈനികനായിരിക്കുമ്പോൾ തന്നെ, അതായത് റോമൻ ഭരണഘടന സമയത്താണ്, റോമിൽ ക്രൈസ്തവരെ എല്ലാം തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നോണ്ട് കിടക്കുന്ന ആ സമയത്താണ് ഇദ്ദേഹം റോമിൽ അവിടുത്തെ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സൈനികനായിരിക്കെ, നിസ്സാര സൈനികനല്ല, അപ്പോൾ എല്ലാവരെയും തോൽപ്പിക്കാനും എല്ലാ രാജ്യങ്ങളെയും വെട്ടിപ്പിടിക്കാൻ കഴിവുള്ള ഒരു യോദ്ധാവായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഇരിക്കെ ഈ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇദ്ദേഹം രഹസ്യമായിട്ട് നമ്മുടെ ക്രൈസ്തവരെ എല്ലാവരെയും സംരക്ഷിച്ചു പോകുന്നത്. അപ്പോൾ ക്രൈസ്തവരുടെ ഒരു ആശ്വാസ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഈ സെബസ്ത്യാനോസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ക്രൈസ്തവരുടെ എല്ലാം ജനഹൃദയങ്ങളെല്ലാം കീഴടക്കി ഒരു രാജാവിനെ പോലെ, പക്ഷേ രഹസ്യത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും ചക്രവർത്തി അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ ആരോ ഒരാൾ ഇദ്ദേഹത്തെ ഒറ്റുകൊടുത്തപ്പോഴത്തേക്ക് ചക്രവർത്തി ഇതറിഞ്ഞിട്ട് ഇദ്ദേഹം സംരക്ഷിച്ചു പോകുന്ന ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങി. അതിനുശേഷം ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സെബസ്ത്യാനോസിനെയും വധിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ സെബസ്ത്യാനോസിന് ഒരു അവസരം കൊടുക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനം അനുഷ്ഠിച്ച ഒരു സൈനികനായിരുന്നു അദ്ദേഹം. പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷയെ അതിനെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെയും കായിക ബലത്തെയും എല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, റോമൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് ചക്രവർത്തി അങ്ങനെ ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊല്ലാൻ തീരെ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും ഇത് ചക്രവർത്തി ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെ കൊല്ലണമെന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, ജൂപ്പിറ്റർ ദൈവത്തെ ആരാധിക്കുകയാണ് എങ്കിൽ വധശിക്ഷയെന്ന് ഒഴിച്ചു തരാമെന്ന് പറയും. അപ്പം നമ്മുടെ സെബസ്ത്യാനോസ് ഉണ്ടോ സമ്മതിക്കും? അദ്ദേഹം ഒരു കാരണവശാലും സമ്മതിക്കില്ല. ജൂപ്പിറ്റർ ദൈവത്തെ എന്നല്ല, ലോകത്തുള്ള ഒരു ദൈവത്തെയും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. അതോടുകൂടി ചക്രവർത്തി തീരുമാനിച്ചു, അമ്പെയ്ത് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ചു. അങ്ങനെ തന്നെ പടയാളികളെല്ലാവരും സെബസ്ത്യാനോസിനെ കൂട്ടിക്കൊണ്ട് പോയി ഒരു ഉണങ്ങിയ വൃക്ഷത്തിൽ കെട്ടിയിട്ട് വസ്ത്രങ്ങളെല്ലാം ഊരിക്കളഞ്ഞ് അമ്പെയ്ത് ഒരുപാട് മുറിവേൽപ്പിച്ച് ഇദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പടയാളികളെല്ലാം തിരിച്ചു പോകുന്നത്. ആ സമയത്താണ് അയറിൻ എന്ന ഒരു ഭക്ത സ്ത്രീ ആ വഴി വരികയും ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ഈ അയറിൻ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം ഇദ്ദേഹം രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ശുശ്രൂഷയും, എല്ലാ സംരക്ഷണവും, ദൈവത്തെ വിശ്വസിക്കുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ പരസ്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇതോടുകൂടി ചക്രവർത്തി ഇദ്ദേഹത്തെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലുവാൻ വിധിക്കുകയും ആ വിധി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെബസ്ത്യാനോസ് എന്ന് പറയുന്നത് കർത്താവിനെ പോലെ തന്നെ, നമ്മുടെ ക്രിസ്തുദേവനെ പോലെ തന്നെയാണ്. പാപികൾക്കും രോഗികൾക്കും എല്ലാവർക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പോലെ തന്നെയാണ്. മറ്റാർക്കോ വേണ്ടിയിട്ട്, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അപമാനവും പരിഹാസവും എല്ലാം ഏറ്റുവാങ്ങി അമ്പിൽ തറയ്ക്കപ്പെട്ട സമയത്ത് പോലും ഇദ്ദേഹത്തിൻ്റെ തല മുകളിലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു.
അങ്ങനെ തന്നെ കർത്താവിനെ സ്നേഹിക്കുകയും സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ക്രിസ്തുവിൻ്റെ വഴി തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്ത അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നെന്നും ക്രൈസ്തവരായ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിലെല്ലാം ഇടപെടുന്നുണ്ടെന്നും ഇന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ആ കാലത്ത് നമ്മുടെ ഈ അദ്ദേഹത്തെ കെട്ടിവെച്ച് അടിച്ച് അമ്പെയ്ത് കൊല്ലാൻ ശ്രമിച്ച ആ സ്ഥലത്ത് ആ വൃക്ഷം ഉണ്ടല്ലോ, ഉണങ്ങി നിന്ന ആ വൃക്ഷം പിറ്റേ ദിവസം തളിർക്കുകയാണ് ഉണ്ടായത്. അത് ഒരു വലിയ വൃക്ഷമായിട്ട് മാറി. അതായത് അത് പട്ട് നിന്ന ഒരു വൃക്ഷം അത് തളിരിട്ട് മാറി. അപ്പോൾ അതിന് ആ വൃക്ഷത്തിൻ്റെ ഇല കഴിച്ചാൽ ഒരുപാട് അസുഖങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് അന്നുള്ള ആളുകൾ വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ കേരളത്തെ ഞെട്ടിയ വസൂരി പോലെയുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ അന്ന് ആ സമയത്തൊന്നും ഇതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഇല കഴിച്ചും ഈ ഇല ഇട്ട് കിടന്ന് ഉറങ്ങിയും ഒക്കെയാണ് ഇതിന് രോഗസൗഖ്യം ഉണ്ടായത്. പിന്നെ ഭൂതപ്രേത പിശാച് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വിടുതൽ പ്രാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം കൊണ്ടായിരുന്നു. അപ്പം എന്തായാലും കർത്താവിന് വേണ്ടിയിട്ട് ഇത്രയേറെ ത്യാഗം സഹിച്ച് മരിച്ച സെബസ്ത്യാനോസിൻ്റെ കൂടെ തന്നെ കർത്താവും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ ഇന്നും ആളുകൾ ഇവരെ ആരാധിക്കുകയും ഈ പള്ളിയിൽ വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെബസ്ത്യാനോസിൻ്റെ ഈ പെരുന്നാളിനെ തന്നെ അമ്പ് പെരുന്നാൾ എന്നാണ് പറയുന്നത്. ഈ പെരുന്നാൾ എല്ലാവരും ഒരു ഉത്സവമായിട്ടാണ്, ഈ നാട്ടിലുള്ള എല്ലാവരും ഒരു ഉത്സവമായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ ദൂരെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, വിദേശത്ത് പോയവർ, കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയവർ, ഇവരെല്ലാവരും തിരിച്ചു വരുന്ന ഒരു ദിവസമാണ് ഇവരുടെ ഈ ജനുവരി മാസത്തിലാണ് അമ്പ് പെരുന്നാളെന്നും പറഞ്ഞിട്ട് നമ്മുടെ സെബസ്ത്യാനോസിൻ്റെ ഉത്സവം നടക്കണം. അവിടെ കൊടിയേറുന്ന ദിവസമാണെന്ന്. അപ്പോൾ അത് അടുത്ത മാസമാണ്. നമുക്ക് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ പള്ളിയുടെ അതായത് നമ്മുടെ സെബസ്ത്യാനോസിൻ്റെ ചർച്ചിൻ്റെ മുക്കും മൂലയൊക്കെ ഇടുന്നൊരു വീഡിയോ ഞാൻ നാളെ ഇടാം. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ ആ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ലൊക്കേഷനും കൂടി പറഞ്ഞു തന്നെ ആയിരിക്കും അത് ഇടുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ അനുസരിച്ച് എത്താൻ പറ്റുന്നവർക്കൊക്കെ അടുത്ത മാസം എത്താം. ഇതിപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വരാം. അപ്പോൾ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ബായ്.